സ്വർഗദ്വാർ. അധ്യായം 1, ഭാഗം 2. കുഞ്ഞായിരുന്ന കാലം. സംസാരിച്ചു തുടങ്ങിയിട്ടില്ല. അന്നും എനിക്ക് ശവഗന്ധം ഇഷ്ടമായിരുന്നുവോ? മുതുമുത്തശ്ശി മരിച്ചു കിടന്നിരുന്ന സ്ഥലം ഭസ്മമിട്ട് വളച്ചു വെച്ചിരിക്കുന്നു. സംസ്കാരം കഴിഞ്ഞുവെങ്കിലും അടിയന്തരം കഴിയും വരെ കെടാവിളക്കിന്റെ സംരക്ഷണയിൽ ശവശരീരം നിലത്തിറക്കിയ സ്ഥലം ഇങ്ങനെ പ്രത്യേകം അടയാളപ്പെടുത്തി വെക്കാറുണ്ട് പോലും. ഞാനാകട്ടെ വളച്ചു വെച്ചിരുന്ന ഭസ്മവും കരിന്തിരി കത്തിത്തുടങ്ങിയ നാളീകേര മുറികളും തട്ടി നിരത്തിയ ശേഷം അമ്മ വന്നു മാറ്റുന്നതുവരെ അവിടെ ഇരുന്നു. ആ സംഭവം എൻ്റെ ഓർമ്മയിൽ പതിഞ്ഞതായി തോന്നുന്നില്ല. എങ്കിലും അന്നനുഭവിച്ച ഗന്ധം, ആ ശവഗന്ധം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പുതിയ ചിതയുടെ ഗന്ധം ആസ്വദിക്കുന്ന മാത്രയിൽ തന്നെ തലച്ചോറിൽ എവിടെയോ ഒരു താരതമ്യ പഠനം നടക്കാറുണ്ട്. ഓർമ്മ വെച്ച നാൾ മുതൽ ശവത്തിൻ്റെ ഗന്ധം എനിക്ക് ലഹരിയായിരുന്നു. എരിയുന്ന നിലവിളക്കിൻ്റെയും നാളീകേരമുറികളിൽ കത്തുന്ന തിരികളുടെയും ഭസ്മത്തിൻ്റെയും സമ്മിശ്ര ഗന്ധം, മരണഗന്ധം എത്രയോ തവണ ആസ്വദിച്ചിരിക്കുന്നു. റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമുള്ള നടത്തത്തിനിടയിൽ ഗോൾഡൻ ബീച്ചിലെ തിരക്ക് ഞാൻ കുറച്ചുനേരം നോക്കി നിൽക്കുകയുണ്ടായി. വൈകുന്നേരമായതിനാൽ മേക്ക് ഷിഫ്റ്റ് സ്റ്റാളുകൾ സ്ഥാപിക്കുന്ന കച്ചവടക്കാരും വിനോദസഞ്ചാരികളും ഒത്തുകൂടിയ സമയമായിരുന്നു. ഒരു വർണ്ണപ്രപഞ്ചം തന്നെ ബീച്ചിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. വിനോദസഞ്ചാരികളാകട്ടെ എണ്ണയിൽ വറുത്തെടുത്ത വിവിധ പ്രാദേശിക വിഭവങ്ങൾ ആസ്വദിക്കുന്നു. കടൽ ഷെല്ലുകൾ, കരകൗശല വസ്തുക്കൾ, കളിപ്പാട്ടങ്ങൾ, ബാഗുകൾ, അലങ്കാര വസ്തുക്കൾ, ആഭരണങ്ങൾ തുടങ്ങി നിരവധി ഇനങ്ങൾ വിൽക്കുന്ന ധാരാളം താൽക്കാലിക സ്റ്റാളുകൾ. തിരമാലയും മണൽപ്പരപ്പും ആസ്വദിക്കുന്ന കുട്ടികളും യുവമിഥുനങ്ങളും. അങ്ങനെ കടൽത്തീരം ജനനിബിഡവും സജീവവുമായിരുന്നു. ഗോൾഡൻ ബീച്ചിനെ അപേക്ഷിച്ച് ശാന്തമായ സ്വർഗദ്വാർ ബീച്ചിൻ്റെ ഏതാണ്ട് നേരെ എതിരെയാണ് ശ്രേഷ്ഠമായ ഈ ശ്മശാനം. അഭൗമമായ ഒരു അന്തരീക്ഷമാണ് അവിടെയുള്ളത്. ബീച്ചിലെ തിരക്കുകളേക്കാൾ തന്നെ ആകർഷിക്കുന്നത് ഈ ശ്മശാനമാണ്. സാവധാനത്തിൽ കത്തുന്ന ചിതകളും പുകയുന്ന ചാരം കലർന്ന വായുവും പുരോഹിതരുടെ മന്ത്രോച്ചാരണവും ഒക്കെ ചേർന്ന് ഇവിടെ ഒരു പ്രഭാവലയം തന്നെ സൃഷ്ടിക്കപ്പെടുന്നു. ബീച്ചിന് തൊട്ടടുത്തുള്ള ഈ പ്രദേശത്തിൻ്റെ മാസ്മരികതയും അനുഭൂതിയും ഒരു ബീച്ചിലും ഉണ്ടാകില്ല. അതല്ലേ ജഗന്നാഥ ഭഗവാന്റെ ദർശനം പോലും നാളത്തേക്ക് മാറ്റിയത്. സ്വർഗദ്വാറിന് മതപരമായ വലിയ പ്രാധാന്യമാണുള്ളത്. ഇവിടെ സമുദ്രസ്നാനം ചെയ്യുന്ന ആളുകളുടെ പാപങ്ങൾ ഹനിക്കപ്പെടുമെന്നും മരണശേഷം സ്വർഗത്തിൽ എത്തിപ്പെടുമെന്നുമുള്ളതാണ് വിശ്വാസം. ശവസംസ്കാര ചടങ്ങുകൾക്ക് ശേഷം മരിച്ചയാളുടെ ബന്ധുവും തങ്ങൾക്ക് പ്രിയപ്പെട്ടവരുടെ ആത്മാക്കളെ സ്വർഗത്തിലെത്തിക്കാനായി ഇവിടെ സമുദ്രസ്നാനം ചെയ്യാറുണ്ട്. വൈഷ്ണവ സന്യാസിയായിരുന്ന ശ്രീ ചൈതന്യദേവൻ സ്നാനം ചെയ്തിരുന്ന ഇടമായിട്ടാണ് ഇവിടം അറിയപ്പെടുന്നത്. അതിനാൽ വൈഷ്ണവാനുയായികൾക്കും ഇത് പുണ്യസ്ഥലമാണ്. അവർ ഇതിനെ മഹോദധി എന്നാണ് വിളിക്കുന്നത്. സ്വർഗദ്വാറിൻ്റെ ഐതിഹ്യങ്ങളിൽ നിന്നും ഊർന്നിറങ്ങിയ മനസ്സ് ലക്ഷ്യമില്ലാതെ മറ്റെങ്ങോട്ടേക്കോ യാത്രയായി. ശ്മശാനത്തിൽ നിന്നും ലഭിക്കുന്ന ഒരു തരം അഭൗമ ലഹരി കൂടി ചേർന്നപ്പോൾ മനസ്സഞ്ചാരത്തിൻ്റെ വേഗത വർദ്ധിച്ചു. പല വഴികളിലൂടെയുള്ള അലക്ഷ്യമായ യാത്ര അഭംഗുരം തുടർന്നു. പഴയവയുടെ സ്ഥാനം ഇടയ്ക്കിടയ്ക്ക് മാറ്റുക, അല്ലെങ്കിൽ തികച്ചും വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യുക, ഇതൊക്കെ എളുപ്പമുള്ള കാര്യങ്ങളാണല്ലോ. എന്നാൽ ഉത്സാഹമുളവാക്കുന്ന നവീന ആശയങ്ങൾ മനസ്സിൽ രചിക്കുവാൻ വളരെയധികം പ്രയാസമാണ്. പുതുമയുടെ രഹസ്യം എന്നത് നിരന്തരമായി പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതല്ല, മറിച്ച് ഓരോ പ്രവൃത്തിയിലും പുതുമ കണ്ടെത്തുന്നതാണ്. പണ്ടെവിടെയോ വായിച്ച് മനസ്സിൽ പതിഞ്ഞ വാക്യങ്ങൾ. ഇവിടെ ഓരോ ചിതയിലെയും അഗ്നിനാമ്പുകൾ പ്രദാനം ചെയ്യുന്നതും പുതുമ തന്നെ. ശവസംസ്കാരത്തിൻ്റെ അന്തരീക്ഷം തനിക്കെന്നും വിഭ്രമിപ്പിക്കുന്ന ഒരു ലഹരിയാണ്. ഓരോ ചിതയ്ക്കും ഓരോ കഥകൾ പറയാനുണ്ടാവും. അഘോരികളും ചുടല നൃത്തവും എന്നും എൻ്റെ രാത്രികളിലെ സ്വപ്നമാണ്. ശ്മശാനങ്ങളിലെ എരിയുന്ന ചിതകളിൽ അഭിരമിക്കുന്ന ഈ നരാധമൻ ഒരിക്കൽ ആ സ്വപ്നസാഫല്യം നേടിയിരിക്കും, തീർച്ച. ഞാനൊരു അസാധാരണ വ്യക്തിയാണ്. അനേക മുഖമുള്ളവൻ. പണ്ഡിതരുടെ മുൻപിൽ ഗുരുനാഥൻ, സാധാരണക്കാരുടെ മുൻപിൽ സർവസംഘ പരിത്യാഗി. സ്വർഗദ്വാർ പോലുള്ള പവിത്രമായ സ്ഥലങ്ങളിൽ വെറും അധമൻ. എപ്പോഴും വിപരീത ദിശയിൽ സഞ്ചരിക്കുന്നവൻ. ഒഴുക്കിനെതിരെ മാത്രം നീന്തുന്നവൻ. ആത്മപ്രശംസയിൽ ഞാൻ മതിമറന്നു, പരിസരം മറന്നു. ഗംഗാനദി തരണം ചെയ്യണമെങ്കിൽ ഒരു കരയിൽ നിന്നും മറുകരയിലേക്ക് സഞ്ചരിച്ചാൽ പോരാ, മറിച്ച് ഒഴുക്കിനെതിരെ നീന്തണം.
അങ്ങനെ സഞ്ചരിച്ചാൽ ഓരോ നിമിഷവും കാണുന്നത് ഓരോ ഗംഗയെ ആയിരിക്കും. എപ്പോഴും പുതിയ ഗംഗ. ആനന്ദിന്റെ അഭയാർത്ഥികൾ ഓർമ്മയിൽ തെളിഞ്ഞു വന്നു. പക്ഷേ ഒരു ജീവിക്കും ഒരായുസ് മുഴുവൻ യത്നിച്ചാലും ഗംഗയെ പൂർണ്ണമായും കീഴടക്കുവാൻ സാധിക്കില്ലല്ലോ. ലോകാവസാനം വരെ അനേക ലക്ഷം കോടി ഗംഗകൾ പുതിയ കാഴ്ചകളുമായി ഒഴുകിക്കൊണ്ടേയിരിക്കും. അതിനാൽ താൻ ഒരിക്കലും ഒഴുക്കിനെ വകഞ്ഞ് മറുകരയ്ക്ക് നീന്താറില്ല. ഒഴുക്കിനെതിരെ നിരന്തരം മരണം വരെ നീന്തുകയും ചെയ്യും. ഓരോ നിമിഷവും ഓരോ കാഴ്ചകൾ, പുതുമയാർന്ന അനുഭവങ്ങൾ, അതുവഴി കരസ്ഥമാവുന്ന ഉൾക്കാഴ്ചകൾ. ശ്മശാനത്തിലെ ഓരോ ചിതയിൽ നിന്നും ലഭിക്കുന്നത് പുതുമയാർന്ന കാഴ്ചകൾ തന്നെ. അത്തരം ആസ്വാദനം തന്നിലേക്ക് ഒരു ഊർജപ്രവാഹമായി മാറുന്നു. ഭക്ഷണം പോലും പല നേരങ്ങളിലും മറക്കുന്നു. ജീവിതത്തിൻ്റെ ഈ വൈകിയ വേളയിൽ ഇപ്രകാരം ലഭിക്കുന്ന ഉത്തേജനം എന്തിനു നഷ്ടപ്പെടുത്തണം? ഊർജമില്ലെങ്കിൽ ഒഴുക്കിനെതിരെ നീന്തുവാനുമാകില്ലല്ലോ. കുറേ നേരമായല്ലോ ഹേ തുറിച്ചു നോക്കുന്നു. താങ്കളുടെ സ്വർഗവാതിൽ ഇതുവരെ തുറന്നില്ലേ? കാവൽക്കാരന്റെ ഉച്ചത്തിലുള്ള ശകാരവാക്കുകളാണ് തന്നിൽ സ്ഥലകാലബോധം ജനിപ്പിച്ചത്. സ്വർഗദ്വാറിൽ നിന്നും മോക്ഷപ്രാപ്തി ലഭിക്കുവാനല്ല ഇവിടെ വന്നിരിക്കുന്നത്. ഈ ശ്മശാന ഭൂമിയിൽ ഇനിയും മതിവരുവോളം അലയണം എന്നുറക്കെ പറയണമെന്ന് തോന്നി. പക്ഷെ പറഞ്ഞില്ല. അതൊരു പിറുപിറുക്കൽ മാത്രമായി. ഭാഗികമായ ഇരുട്ടിൽ ആളിപ്പടരുന്ന തീയുടെ പിറകിൽ കാവൽക്കാരന്റെ കണ്ണിലെ തീഷ്ണതയാണ് മറുപടി പറയുന്നതിൽ നിന്നും തടഞ്ഞത്. നരച്ച താടിയും കുഴിഞ്ഞ കണ്ണുകളും അയഞ്ഞ മേൽവസ്ത്രവും യാതൊരു കുലുക്കവുമില്ലാതെയുള്ള നിൽപ്പും നോട്ടവും അയാൾക്ക് ദഹിച്ചു കാണില്ല. മാറാം. ഇവിടെ നിന്നും മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ആ ബാലിക എവിടെ? കാണുന്നില്ലല്ലോ. ചുറ്റുപാടും നോക്കി. ഇല്ല, അവൾ അവിടെയില്ല. അവൾ കാവലിരുന്ന ചിതയും കെട്ടടങ്ങി. യാന്ത്രികമായി ഞാൻ മുൻപോട്ട് നടന്നു.